ശ്രീ എൻ കെ അബ്ദുൽ അസീസ്, സാദിഖ് അലി തങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം വേണ്ട എന്നാണ് ഇപ്പോൾ കെ പി നൗഷാദ് അലി നമ്മോടൊപ്പം സംസാരിച്ചുകൊണ്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ നെഹ്റുവിൻ്റെ കാലത്തെക്കാളും അങ്ങേയറ്റം അപകടകരമായ ഒരു മതേതര ഫാബ്രിക്കിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അന്നത്തെ കാലത്തെ യുക്തി വെച്ചുകൊണ്ട് ഇക്കാലത്തെ അളക്കരുത് എന്ന് കെ പി നൗഷാദ് അലി പറയുമ്പോൾ ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഭീഷണികളെ ചെറുതാക്കി കാണുകയല്ലേ കോൺഗ്രസ്? തീർച്ചയായിട്ടും നീലിമ, ഇതിനകത്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു പ്രസ്താവന, ആ പ്രസ്താവനയിലെ ഒരുപാട് ഭാഗങ്ങൾ വിശദമായി വിമർശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ശ്രീരാമക്ഷേത്രവും ബാബരി മസ്ജിദും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തും. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല, ശ്രീരാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നിർമ്മിക്കപ്പെട്ടു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. രാമക്ഷേത്രം മതേതരത്വത്തെ സംരക്ഷിക്കും. ഏതു രാമക്ഷേത്രം? ബാബരി മസ്ജിദ് തകർത്തടത്ത് അന്യായമായി കയ്യേറിയ ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വളരെ വേദനയോടുകൂടി മാത്രം ഓർക്കുന്ന രാമക്ഷേത്രം, അത് ഇന്ത്യയിലെ മതേതരത്വത്തെ സംരക്ഷിക്കും എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിന് തൊട്ടു മുമ്പ് പറഞ്ഞ മറ്റൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മോഹൻ ഭഗവത് എന്നാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം RSSന്റെ സർസംഘ് ചാലകാണ്. RSSന്റെ സർസംഘ് ചാലകന് രാമക്ഷേത്രം ഇന്ത്യയിലെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തും എന്ന് പറയാൻ കഴിയുന്ന അതേ സാഹചര്യം, അതേ ലാഘവത്തോടുകൂടി അതേ വാചകം എടുത്തുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും രാമക്ഷേത്രം ഇന്ത്യയിലെ മതേതരത്വത്തെ, ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തും എന്ന് പറയാൻ കഴിയുമെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ശ്രീ കെ പി നൗഷാദ് അലിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും വിശദീകരിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ RSSും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ ഒരേ വാചകം ഉപയോഗിക്കുന്നു, ഒരേ ആശയം പ്രചരിപ്പിക്കുന്നു. ഇത് ഏത് സമുദായത്തിൻ്റെ താല്പര്യമാണ് ഇതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് എന്ന് മുസ്ലിം ലീഗ് വിശദമാക്കേണ്ടതുണ്ട്. ഇത് ഇന്നും ഇന്നലെയും പറഞ്ഞതല്ല. നേരത്തെ കെ പി നൗഷാദ് അലി പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന്. തീർച്ചയായും ശരിയാണത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലം മുതൽ ഇന്നുവരെ ലീഗിന്റെ നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് നൗഷാദ് അലി പറഞ്ഞത്. 90കളുടെ കാലഘട്ടം മുതൽ നമുക്ക് ഇങ്ങോട്ടെടുത്ത് പരിശോധിക്കാം. 92-ൽ ബാബരി മസ്ജിദ് തകരുന്ന കാലത്ത് ബാബരി മസ്ജിദ് തകർന്നതുമായി ബന്ധപ്പെട്ട് അന്ന് നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. കോൺഗ്രസിനാണ് പൂർണ്ണമായും അതിൻ്റെ ഉത്തരവാദിത്വമെന്ന് മുസ്ലിം ലീഗിലെ മുൻനിര നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും പറഞ്ഞു. രാജ്യത്തെ മുഴുവൻ നിരപേക്ഷ കക്ഷികളും പറഞ്ഞു. പക്ഷേ അത് അംഗീകരിക്കാൻ ലീഗിൻ്റെ അന്നത്തെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള അക്കാലത്തെ നേതാക്കന്മാരും തയ്യാറായില്ല. അവരന്ന് പറഞ്ഞത്, അന്നു മുതൽ ഇന്നു വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ സമാധാനമുണ്ടാക്കിയത് ശിഹാബ് തങ്ങളുടെ അന്നത്തെ ഇടപെടലാണ് എന്നാണ്. അവർ പറയുന്നു കേരളം കത്താതിരുന്നത് അന്ന് ശിഹാബ് തങ്ങൾ നിലപാടെടുത്തത് കൊണ്ടാണ് എന്നാണ്. എന്നാൽ കേരളം ഏത് കാലത്താണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കത്തിയിട്ടുള്ളത്? ഒരിക്കലും കത്തിയിട്ടില്ല. കേരളത്തിലെ ജനത മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മതേതര വിശ്വാസികളായ ജനതയാണ് കേരളത്തിലേത്. ബാബരി പള്ളി പൊളിച്ചതിൻ്റെ അന്നു മുതൽ അവർ തീയും എടുത്തുകൊണ്ട് ഏതെങ്കിലും ക്ഷേത്രം കത്തിക്കാനോ ഹൈന്ദവ സഹോദരന്മാരുടെ ഭവനം കത്തിക്കാനോ പോയിട്ടുണ്ടോ? ആ പോയപ്പോഴാണോ തങ്ങൾ പറഞ്ഞത് പോകരുത് എന്ന്? അല്ലല്ലോ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ ബോധപൂർവമായ ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും അവരെ അനുകൂലിക്കുന്ന ചില ആളുകളുടെ ഭാഗത്തുനിന്നും അന്നു മുതലേ ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ബാബരിയുടെ തകർച്ചയിൽ വലിയ വേദന പ്രകടിപ്പിക്കുകയും നരസിംഹറാവുവിനെതിരായി കുറ്റപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്ന കാലത്ത് ശിഹാബ് തങ്ങൾ അനുകൂലിച്ചു. അതേ ഒരു സാഹചര്യം വീണ്ടും പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇപ്പൊ തങ്ങൾ പറയുന്നത് രാമക്ഷേത്രം മതേതരത്വത്തിൻ്റെ ഇന്ത്യയുടെ അഭിമാനമാണ് എന്നാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിനെ ഉയർത്തിപ്പിടിക്കും രാമക്ഷേത്രം എന്നാണ് തങ്ങൾ പറയുന്നത്. ഇവിടെയാണ് പ്രശ്നം. തകർക്കപ്പെട്ട ബാബരി പള്ളിയുടെ 2.77 ഏക്കർ ഭൂമിയുണ്ടല്ലോ, അത് സുന്നി വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ സുപ്രീം കോടതി കണ്ടെത്തിയ, അത് ഇതുവരെയും തിരുത്തപ്പെട്ടിട്ടില്ല, അതേ ഭൂമിയിൽ നിർമ്മിച്ച ബാബരി മസ്ജിദ് മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കും, നിർമ്മിച്ച രാമക്ഷേത്രം മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കും എന്നെങ്ങനെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക്
പറയാൻ കഴിയുക? ഇത് അദ്ദേഹം പറയേണ്ടതുണ്ട്. ഇത് പറയുന്നതിലൂടെ RSSന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. KP നൗഷാദ് അലി അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഈ LK അഡ്വാനിക്ക് ഭാരതരത്നം സമർപ്പിക്കപ്പെട്ടു. ഈ പ്രസ്താവനയിലൂടെ ഞങ്ങൾ സംശയിക്കുന്നത് അടുത്ത ഭാരതരത്നം സമർപ്പിക്കപ്പെടാൻ ഒരുപക്ഷെ കേരളത്തിലെ പാണക്കാട്ട് തങ്ങൾ അർഹതപ്പെട്ടേക്കാം. ആ നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാടുമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ഒരു സംശയവുമില്ല. ഈ നിലപാടുമാറ്റത്തെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിന്റെ നിലപാടുമാറ്റം തന്നെയാണ് നൗഷാദ് അലി എന്ന് പറഞ്ഞാലും.